ഗോപലാഷന്റെ മകൻ സോമൻ എന്ന് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ അച്ഛന്റെ പാർട്ടി വിട്ട് പുറത്തുപോയി എന്റെ പെങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്നും അവളിങ്ങോട്ട് കഴിക്കുന്ന അവളെ മുട്ടുകാലി തല്ലി അടിക്കുന്നു അച്ഛനാൽ സത്യം ചെയ്യുന്നു. സത്യം സത്യം സത്യം. അച്ഛൻ മരിച്ച സങ്കടം. അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായില്ലേ? ഇപ്പൊ ഇലക്ഷൻ ഇപ്പോഴല്ലേ വന്നത്. നേതാവ് കരയല്ലേ? കരയല്ലേന്ന്. അതാണ് ഞാൻ എന്താ കഞ്ചാവാടാ ഒരു കാര്യമില്ല കരയിൽ. എടാ നീ ആർക്കെതിരെ മത്സരിക്കുന്നേ? എന്റെ സൗകര്യക്കെതിരെ, പെങ്ങൾക്കെതിരെ, പപ്പിക്കെതിരെ മത്സരിക്കുമ്പോ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. എന്നാലും ഞാൻ ആലോചിക്കുന്നത് നമ്മളെ പപ്പി ചേച്ചി എങ്ങനെ എതിർ പാർട്ടി പോയെന്നാണ്. പപ്പി എങ്ങനെ ആ പാർട്ടിക്കാർ എടുത്തു എന്നാണ് ഞാനും ആലോചിക്കുന്നത്. അതാണടാ എനിക്കും പിടുത്തം കിട്ടാട്ടാ. ഞാൻ ചെന്നാ പറഞ്ഞു എന്നെ വേണ്ടെന്ന്. എന്ത്? ഓഹോ, അപ്പൊ പാവപ്പെട്ട അച്ഛനെ പാർട്ടി കളഞ്ഞിട്ട് പോവാൻ നോക്കിയല്ലേ? അല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പല പാർട്ടിക്കാർക്ക് എന്നെ ഒരു നോട്ടമുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഉണ്ട്. നമ്മൾ ഈ ഇലക്ഷന് ജയിക്കണമെങ്കിൽ നല്ല കടുകെട്ട് ഡയലോഗ് പറയണം. ഉദാഹരണത്തിന്, അധ്വാനിക്കുന്ന വർഗത്തെ കളിപ്പാട്ടമാക്കുന്ന ബൂർഷോ വർഗത്തിന്റെ വൃത്തികെട്ട നയം ഇന്നലെ നശിച്ചു പോയെന്ന് നാം കരുതി ഫൂഡലിസം വീണ്ടും ഇവിടെ തലപൊക്കുകയാണ്. ഇങ്ങനത്തെ ഡയലോഗ് പറയണം. ആര് പറയണം? നീ പറയണം. ഒറ്റയ്ക്കങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇത്തവണ സോമൻ ജയിച്ചിരിക്കും. അച്ഛാ. അച്ഛനല്ല, അങ്ങനെ ചിരിച്ചതാ. കിണി അങ്ങ് സഹിക്കാൻ പോയി. അതല്ല, ഭയങ്കര കിണിയാണല്ലോ. അല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഇലക്ഷന് നമ്മൾ എന്ത് ചെയ്യാമെന്ന് കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കണം. ചിന്തിക്കണം കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യണം. അതെ. അപ്പൊ നമുക്ക് കുറച്ച് കാശ് എറിഞ്ഞാലോ? അങ്ങനെ കാശ് വെറുതെ എറിഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീജനങ്ങളെ നമ്മൾ കയ്യിലെടുക്കണം. ഇലക്ഷൻ കഴിയുന്നവരെ തൊടൂല, പേടിക്കണ്ട. കറക്റ്റ് കേട്ടോ. അപ്പൊ നമുക്ക് സ്ത്രീജനങ്ങൾ എങ്ങനെ കയ്യിലെടുക്കാം? സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ബ്യൂട്ടി പാർലറാണ്. അപ്പൊ നമുക്ക് ഓരോ വീട് തോറും കയറി ഓരോ സ്ത്രീകൾക്കും ത്രെഡിങ് അങ്ങ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാം. രാവിലെ 3 മണിക്ക് ഇറങ്ങണം കേട്ടോ, ബ്ലൈഡും കൊണ്ട്. ആദ്യം പിരിയോ എടുക്കണം, എന്നിട്ട് അവളമാരെ മാപ്പിളമാരെ മീശ എടുക്കണം, എന്നിട്ട് അവളെ കാലിൽ കൂട്ടക്സ് ഇട്ട് പാരും കൊണ്ടു കൊടുക്കണം. നിനക്ക് പ്രാന്താടി നിനക്ക്? ഇവിടെ എന്താ അതൊന്നും ശരിയാവില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ ജനങ്ങളുടെ ആവശ്യം തിരിച്ചറിയണം. അതെ. ഉദാഹരണത്തിന്, ഒരു സ്ഥലത്ത് തെങ്ങ് കയറാൻ ആളില്ല. അവിടെ നമ്മുടെ പാർട്ടി എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 10 വീട്ടിലായിട്ട് 10 കുരങ്ങന്മാരെ കൊടുത്താലോ? തെങ്ങ് അറേഞ്ച് ചെയ്യും, ശമ്പളം കൊടുക്കണ്ട. എങ്ങനെയുണ്ട് ജോവേ? ഒരു കാര്യം ചെയ്യും, 9 കുരങ്ങന്മാർ മതി. അപ്പൊ ഒരു വീട്ടില് അവിടെ നീ പോണം. നിങ്ങൾ എന്ത് പറഞ്ഞാലും കിടിച്ചോണ്ടിരിക്കുന്നു. അല്ല ഞാൻ മണ്ടായി. നിങ്ങളാണല്ലോ ഈ പാർട്ടിയിലെ ഭീഷ്മാചാര്യ. അത് തന്നെ. ആ സാർ, അപ്പൊ നിങ്ങൾ കൊണ്ടുപോകാൻ ഐഡിയ ഞങ്ങൾ ഉണ്ടാക്കും. കൊണ്ടുപോ. അതെ. ഉണ്ടാക്കും. ഇവൻ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും കുതന്ത്രങ്ങൾ മെനഞ്ഞേ പറ്റുള്ളൂ. മെനയണം. നമുക്കിപ്പോഴേ നമ്മുടെ നാട്ടിലെല്ലാം തെരുവ് നായ്ക്കളുടെ ശല്യമുണ്ട്. അപ്പൊ അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ ബന്ധീകരണം. അത് ഉഗ്ര ഐഡിയ. അതായത് ഒരു ഉഗ്ര ഐഡിയ ഇട്ടിട്ടുണ്ട്. ബന്ധീകരണം. മറ്റാരും ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നീ തന്നെ ചെയ്യണം. ഒറ്റയ്ക്ക് എന്താ ചെയ്താൽ മതി. എന്റെ അച്ഛൻ ജീവൻ കൊടുത്താണ് ഈ പാർട്ടി അടിയാ. എനിക്ക് അന്തസ്സായിട്ട് പറയാം. എന്റെ പിള്ളേർ നാളെ എന്ത് പറയും? എന്ത് കൊടുത്ത് ഈ രാഷ്ട്രീയം നിലനിർത്തിയെന്ന് പറയും. സോമോ, നായ്ക്കളെ വന്ധീകരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നത്. അത് കൊള്ളാം കേട്ടോ. അത് കീടിലും ഐഡിയ. നായ്ക്കളെ നമുക്ക് എന്തായിരുന്നാലും ചെയ്തിരിക്കണം. അങ്ങനെ നമുക്ക് വോട്ട് പിടിക്കാം. വോട്ട് പിടിക്കണം. പിന്നെ ഒരു കാര്യം, ഏതൊരു ഇലക്ഷനും ഏത് സ്ഥാനാർത്ഥി നിന്നാലും അവരെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ ഉണ്ടാകും. അത് വേണം. നമുക്കൊരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ വേണം. കാരണം ഞാൻ വെറും കിഴങ്ങാണ്. ആണല്ലേ? എനിക്കൊന്നും അറിഞ്ഞുവിടല്ലോ. ഒരാൾ വേണം. ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആരാമാൻ ഭീഷ്മാചാര്യനായി പോയില്ലേ? എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആള് എല്ലാം കൊണ്ട് വിദഗ്ധനാണ്. അപ്പൊ എത്തിയാ മതി. എത്തി. രാഷ്ട്രീയ തന്ത്രജ്ഞൻ. ഇത് കമ്പിളി പറിക്കാമെന്ന ആളാ. ഇത് എന്ത് സംഭവം? മൈൻഡ് ചെയ്യില്ല. രാഷ്ട്രീയ തന്ത്രജ്ഞാന്ന് നീ ഒന്ന് വിളിച്ചു നോക്ക്, മൈൻഡ് ചെയ്യും. രാഷ്ട്രീയ തന്ത്രജ്ഞൻ. അതുപോലത്തെ തുപ്പലേറിക്കൊന്നല്ലാതെ ഇത് എനിക്ക് പറ്റൂല. വിളിച്ചാ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഡബ് ചെയ്ത് തരാൻ പറ്റും. ഹലോ മിസ്റ്റർ രാഷ്ട്രീയ തന്ത്രജ്ഞൻ. കൺഫ്യൂഷൻ അടിച്ചില്ലേ? അല്ല, ഞാൻ മൈൻഡ് ചെയ്യാത്തോണ്ടൊരു. അതാ ഞാൻ പറഞ്ഞ, ഇതാണ് ട്രിക്ക് നമ്പർ 1. നമ്മൾ ഈ ട്രിക്കാണ് ആദ്യം കാണിക്കുന്നത് ജനങ്ങളുടെ അടുക്കൽ. നമ്മൾ ആദ്യമേ ചെല്ലുന്നിടക്കെ ചെന്നിട്ട് കൈയും തൊഴുത്തോണ്ട് ഇങ്ങനെ നടന്നു പോയിട്ട് കാര്യമില്ല. അപ്പോഴത്തേനും പോയി കഴിയുമ്പോ ആൾക്കാർ പറയും, ഇവൻ എവിടെ കിടന്ന വേട്ടാവളിയിലാന്ന് ചോദിക്കും. അങ്ങനെ നമ്മൾ നടക്കരുത്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലേ ആൾക്കാരുടെ ഇടയിലോട്ട് ചെല്ലത്തുള്ളൂ. ഒത്തിരി വർക്കുണ്ടല്ലോ ഇലക്ഷനായിട്ട്. ഭയങ്കരമായിട്ട് തൊണ്ടടച്ചിരിക്കും. ഇഷ്ടം പോലെ വർക്കുണ്ട്. അതാണ് ട്രിക്ക് നമ്പർ 1. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്ക് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിശിഷ്ടമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കഴിവുണ്ടായിരിക്കില്ല. നമ്മളെല്ലാ വീടുകളും നമ്മൾ സാധാരണ എല്ലാ ഇലക്ഷനും ഓരോ വീടാന്തരം കയറി ഇറങ്ങാനുള്ള പതിവ്.
അയ്യോ നീ ഇതാരാന്നാ പറഞ്ഞേ? അത് ഇവിടുത്തെ ഭീഷ്മ പ്രഭു എന്താ ഇതിനൊക്കെ കൊണ്ട് നടന്ന ഇലക്ഷന് ജയിക്കുന്നു എനിക്ക് തോന്നില്ല കേട്ടോ. വീടാത്തവരൊക്കെ ആരെങ്കിലും ഇപ്പൊ പോയി കയറി ഇറങ്ങുവോ? നമ്മൾ ആദ്യം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പെണ്ണുങ്ങൾ കാണുവോ? തൊഴിലുറപ്പിന് പോവും, ആണുങ്ങൾ കാണുവോ? അവര് ജോലിക്ക് പോകും, പിള്ളേരൊക്കെ സ്കൂളിലും പോകും. അതാണ് ഞാൻ അതാ പറയും. പിന്നെ നമ്മളെന്നെ കൂട്ടിക്കിടക്കുന്ന പട്ടിയുടെ ഓട്ടി ഒഴിക്കാൻ വേണ്ടി ചെല്ലുന്നതാണ്. തോൽവികളാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 6-6:30 മണിയാകുമ്പോൾ നേരെ ബീവറേജിന്റെ വാതിക്കെ ചെല്ലുക. അവിടെ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന കുടിയന്മാർക്ക് ഒരു പൈന്റ് മേടിച്ചു കൊടുക്കുക, ഒരു ക്വാർട്ടർ മേടിച്ചു കൊടുക്കുക, ഒരു അര മേടിച്ചു കൊടുക്കുക. അപ്പൊ കുടിയന്മാരുടെ വോട്ട് മുഴുവൻ നമുക്ക് ഇങ്ങനെ ഓരത്തില്ലേ. അതാ പറഞ്ഞത്. അപ്പൊ അതാണ് ട്രിക്ക് നമ്പർ 2. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചുമ്മാ ഞഞ്ഞാവുഞ്ഞായിട്ടൊന്നും പോയിട്ട് ഇലക്ഷന് വോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ പാട്ടിൽ കൂടെ വേണം. എല്ലാ പാർട്ടിക്കാർക്കും പാട്ടുണ്ട് കേട്ടോ. പ്രചരണം നടന്നു പോയുള്ള നമുക്കൊരു പാട്ട് വേണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മളിവിടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം വേണം. നമ്മൾ വികസനങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ വികസനങ്ങൾ പാട്ടിലൂടെ വരുമല്ലോ. ഇവിടെ ഇരുന്നോ, കാരണം അച്ഛന്റെ പാർട്ടിയാണല്ലോ. അപ്പൊ അച്ഛന്റെ നെഞ്ചത്ത് തന്നെ ഇരിക്കണം. ഇവിടെ ഇരുന്നോ കേട്ടാ, അവിടെ ഇരുന്നോ. അപ്പൊ ഞാൻ ചെയ്ത വികസനം. അപ്പൊ ശോഭേ, ഞാൻ ചെയ്ത വികസനങ്ങളൊന്ന് പറഞ്ഞുകൊടു. ഏതാ വികസനം ചെയ്തിട്ടുള്ള ഏതൊരു വികസനം പറയൂ. അല്ല, ഈ വികസനം ഇല്ലാതെ പാട്ടുണ്ടാക്കാൻ പറ്റൂലേ? വികസനം ഇല്ലാതെ എന്നാ പാട്ടുണ്ടാക്കാനാ? വികസനം പറഞ്ഞെങ്കിലല്ലേ ആൾക്കാരുടെ വോട്ട് കിട്ടത്തുള്ളൂ. വികസനം ഇല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ? എന്തേത്? ഞാൻ മധുവിനൊരു വീട് വെച്ചു കൊടുത്തല്ലേ ഈ സോമൻ. നിന്റെ അളിയനല്ലേ? എന്ന് പറഞ്ഞാൽ അവന് വീട് വേണം. അവൻ പിന്നെ പട്ടിയാ, മറ്റേ മെട്രോ ട്രെയിനിന്റെ അടി കയറി കിടക്കാൻ. അല്ല, ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മധു എന്ന് പറയുന്ന ഒരാൾക്ക് ഈ സോമൻ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മധുവിനു പറയുന്ന ആൾക്ക് ഈ സോമൻ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ മധുവിനു സോമൻ വീടൊന്നു നൽകി. അടുത്ത വരി ആകെ ഒരു വീടല്ലേ വെച്ച് കൊടുത്തുള്ളൂ. അതിനെ ഞാൻ ഇത്ര നീട്ടിക്കൊണ്ട് പോയത്. ഇനിയും വളരാൻ വേണ്ടി വികസനം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്നാ ചെയ്യും? വികസനം വേണം. അല്ലെങ്കിൽ പോട്ടെ, വികസനം വേണ്ട. വികസനം അല്ലെങ്കിൽ തന്നെയാണല്ലോ ഈ പുള്ളിക്കാരനെയും ആൾക്കാർ ഓർക്കാൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്ത് ചെയ്ത്? ഒരു പീഡനമുണ്ട്. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഈ പാട്ടിലൂടെ എന്നെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം. പീഡിപ്പിച്ചോ? ഇല്ല, പീഡിപ്പിച്ചില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് നാടൻ പാട്ട് ഒരു നാടൻ പാട്ടാവുമ്പോൾ ഒരു കുഴപ്പമില്ല. എന്നാലുമേ എന്റെ നാട്ടുകാരെ ഈ സോമന്റെ പീഡനം ചുമ്മാതാണ്. എന്നാലുമേ എന്റെ നാട്ടുകാരെ ഈ സോമന്റെ പീഡനം ചുമ്മാതാണ്. അല്ല, ഈ പീഡനം കഴിഞ്ഞിട്ട് എന്നായിരുന്നു സംഭവം? അയ്യോ, പീഡനം കഴിഞ്ഞിട്ട് നാട്ടുകാരവനെ ഷഡ് പുറത്ത് ഇങ്ങനെ ഓടിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തല്ലുകൊണ്ടു സോമൻ ഓടിയപ്പോൾ ഈ ഷഡ് ശരിയാവത്തില്ല. എന്താ ഈ ഷഡ്ഡി അവിടെ കിടക്കുന്നോണ്ടേ നമുക്ക് വരി ഒപ്പിക്കാൻ പറ്റുന്നില്ല. ചെറിയ കല്ല് കടിക്കുന്ന ഈ ഷഡ്ഡി ഉള്ളോണ്ടേ. നീ ഇതെന്നറിയോ, ഈ പാട്ടിനിടയ്ക്ക് ആ ഷഡ്ഡി കിടക്കുന്നോണ്ടേ ഇച്ചിരി പാടുള്ള ആ ഷഡ്ഡി ഒന്ന് മാറ്റി തരാമോ? ജയിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാം. അതല്ല, പാട്ടിന്റെ വരിക്കിടക്കുള്ള ഷഡ്ഡി കാര്യമാണ് പറഞ്ഞത്. പാട്ടുണ്ടാക്കുമ്പോ ഒറ്റക്കുണ്ടാക്കണം. അല്ല ഒരു പാടാൻ പറ്റത്തില്ല. ഷഡ്ഡിക്ക് പകരം വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇലക്ഷൻ ആയിപ്പോലെ 2 ചാമ്പലെങ്കിലും വെക്കാൻ സമ്മതിക്കൂ? അതേ കിടക്കത്തില്ലോ. പിന്നെ വിഷയാവുന്ന ആകെ ഒരു പീഡനം കിടക്കണം. ഒരു കാര്യം പാട്ട് മാറ്റി പിടിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സോമനെ മാത്രമല്ല അണികളെ എല്ലാരെയും കൂടെ വെച്ചോണ്ടൊരു പാട്ടുണ്ട്. അല്ല, അണികൾ വേണം. അത് വേണം. എനിക്ക് കിട്ടേണ്ട പകുതി അവർക്കാണല്ലോ. അണികളെ വെച്ചൊരു പാട്ട് കേൾക്കാം. അങ്ങനെ പറയണ്ടേ? അണികളെ വെച്ചുള്ള പാട്ടാണ് എനിക്ക് അത്യാവശ്യം. സോമം വരുന്നേ, കേമം വരുന്നേ, കൂടൊരുലടിയുണ്ടേ, കൂട്ടരും കൂടെയുണ്ടേ, വീട് പണിയാൻ റോഡ് പണിയാൻ സോമന് മുന്നിലുണ്ടേ, ഭക്തനും സോമനുണ്ട്. അയ്യേ അയ്യേ പോകുന്നു പപ്പിയുടെ പാർട്ടിക്കാർ പോകുന്നു. അയ്യേ അയ്യേ പോകുന്നു പപ്പിയുടെ പാർട്ടിക്കാർ പോകുന്നു. വോട്ട് കൊടുത്തിട്ട് സോമനെ ജയിപ്പിച്ച് സോമനോ നാളത്തെ MP ആകും. അല്ലെങ്കിൽ സോമനോ ഡിൻഡിൻ ഡിൻഡിൻ. എന്താ സോമൻ ഡിൻഡിൻ ഡിൻഡിൻ? പപ്പി ചേച്ചിക്ക്, പപ്പി ചേച്ചിക്ക്, പപ്പി ചേച്ചിക്ക്, പപ്പി ചേച്ചിക്ക്, പപ്പി ചേച്ചിക്ക്. അച്ഛാ, എടുത്തിട്ട് പോടാ. അയ്യോ, നീ പോടാ. ഇത് എന്റെ അച്ഛനാണ്. എന്നെ എന്തിനാ ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോ ഫ്രീ കിട്ടിയതാ? എന്റെ അച്ഛനാണിത്. പോടാ. എന്റെ അച്ഛൻ വിളിച്ചിട്ട് ഞാൻ വന്ന്
വിളിച്ച് എപ്പോഴും ഇന്നലെ രാത്രി 10 വർഷം അച്ഛൻ മരിച്ചിട്ട് ഇന്നലെ രാത്രി നമ്മളെ വിളിച്ചെന്ന് എടി എന്റെ പോടി നിനക്കതൊരു പ്രാന്താടി ഇത്. എനിക്കല്ല ഭ്രാന്ത്, നിനക്കാ ഭ്രാന്ത്. എന്റെ അച്ഛൻ വിളിച്ചിട്ട് ഞാൻ വന്നത്. അയ്യോ ഭ്രാന്ത്, അവക്ക് ഭ്രാന്ത്, ഞാൻ ജയിക്കും. എടാ, നിങ്ങളെ സ്ഥാനാർത്ഥിക്ക് ഭ്രാന്തടാ, കിഴങ്ങ് പോലെ നിൽക്കാതെ. ഭ്രാന്ത് ഭ്രാന്ത് ഭ്രാന്ത്. 2 ലക്ഷം രൂപയെ അവൻ മേടിച്ച പാർട്ടിയുടെ പേര് പറഞ്ഞു. അവൻ ചെയ്യ വെച്ച അവൻ അതാണ് പരിപാടി. അവക്ക് ഭ്രാന്തില്ല കേട്ടാ, ഉള്ള കാര്യം ഒളിച്ചു പറഞ്ഞു. ഞാൻ വാങ്ങിച്ചല്ലേ? വാങ്ങിച്ചു. അച്ഛൻ അവളോടാണ് കൂടുതൽ സ്നേഹം. പെങ്കൊച്ചല്ലേ, അപ്പം സ്വാഭാവികമായിട്ടും. അപ്പൊ നിന്നോട് സ്നേഹം ഇല്ല? അല്ല ഉണ്ടെന്നാലും അവളോട് സ്നേഹമുള്ളതാണ് അച്ഛൻ അവളോട് സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ എന്റെ വീടിന്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു, മരിച്ചുപോയി. എന്നിട്ട് മോളോടൊന്നും ദിവസവും സംസാരിക്കുമായിരുന്നു. അങ്ങനെയല്ലേ? അപ്പൊ നിന്നോട് ഒരു സ്നേഹം ഇല്ലായിരുന്നു അല്ലടാ? അല്ല ചുമ്മേരി, നീ ഒരു കാര്യം ചെയ്യ്, അതിന് മേളിൽ എന്തെങ്കിലും ചെയ്യണം. അല്ല നമ്മളെ ചുമ്മേരി. ആരാ അത്? എന്താ? അല്ല അച്ഛൻ, ആര്? അച്ഛനെ ചുമ്മേരി അച്ഛൻ ഒരു കാര്യം. ആര്? അവളോടത്തെ അയ്യോ അച്ഛൻ ചുമ്മ എന്നെ എടുക്കുന്ന അച്ഛൻ എന്നെ എടുക്കണമെന്ന് അച്ഛൻ എന്റെ അടുത്തിരിക്കും. എവിടാ? ഇവിടെ ഇരിക്കണം അച്ഛൻ. എവിടാ? എന്റെ കൂടെ. അച്ഛൻ എവിടെ? അത് അച്ഛന്റെ ഫീർ ചെയ്യണ വേറെ വല്ല ആത്മാക്കളോ ആയിരിക്കും. അതെന്ത് പരിപാടിയാ കാണിക്കണം? അച്ഛൻ എവിടെ മാറിയില്ലേ? നമുക്ക് അപ്പുറത്ത് ഇവ കാണിക്കണ മുഴുവൻ കള്ളത്തരം നിങ്ങൾ ആരും വിശ്വസിക്കരുതട്ടാ. നിങ്ങൾ ആരും വിശ്വസിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് എനിക്കൊന്ന് തെളിയിക്കണം. നീ അച്ഛനോട് ഇപ്പുറത്ത് വന്ന് നിൽക്കാൻ പറ. അച്ഛൻ വന്നപ്പുറത്ത് അവിടെ. ഞാൻ എത്ര നമ്പർ കാണിക്കണേന്ന് അച്ഛൻ ഇവനോട് പറഞ്ഞു കൊടുക്കണം. പറ. എത്ര അച്ഛാ? 4. അച്ഛൻ പറഞ്ഞു. ഇതിലെന്തോ കള്ളത്തരം ഉണ്ട്. അങ്ങനെ ഓരോണ്ണം കൂടെ അച്ഛൻ പറ. എത്ര അച്ഛാ? 2. അതെന്ത് പരിപാടിയാണ് അച്ഛൻ കാണിച്ച്? ഞാനവിടെ വന്ന് അച്ഛനെടുത്തിരിക്കണത്. അച്ഛനെതിരെ ഇവന്റെ അടുത്ത് വന്നിരുന്നത്. ഇങ്ങോട്ട് വന്നിട്ട് എന്റെ അച്ഛനെ കൈ തൊടു. എടാ അച്ഛന്റെ കൈ എടാ തളർന്നുപോയ കൈയോടെ വലിച്ചൊടിക്കല്ലടാ. ഒരു വയസ്സായ മനുഷ്യനല്ലേ, അയാളെ ഇങ്ങോട്ട് പിടിക്കാമോ? നിങ്ങൾ അവിടെ കൊണ്ടിരുത്, ഇവിടെ കൊണ്ടിരുത്. പിടിക്കണ്ട പോ. പതിയരുത്. ഒരു വയസ്പ്രായ മനുഷ്യനെടുത്തിട്ട്. സാർ നമസ്കാരം, ഞാൻ ഈ രാഷ്ട്രത്തിലെ ഭീഷ്മാചാര്യരാണ്. ഒരു മിനിറ്റ്. എന്താടാ അത്? അച്ഛന്റെ ചെവി ഒരു കേൾവി കുറവുണ്ട്, അത് മറ്റേ സാധനം വെച്ചു. എടാ അതൊക്കെ പണ്ട് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കി പോടുന്നു. സാറിന് ഈ മോൻ ജയിക്കണം എന്നാണോ മോള് ജയിക്കണം എന്നാണോ ആഗ്രഹം? അങ്ങനെ പറയല്ലേ, അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ നമുക്ക് മോൻ ജയിക്കണമെന്ന്. അല്ല അങ്ങനെയല്ല പറഞ്ഞ പപ്പിക്കുട്ടി ജയിക്കണമെന്ന് പറഞ്ഞ. പട്ടിക്കുട്ടിയെന്നായിരിക്കും. എടുത്തിട്ട് പോടാ നിന്റെ പൊട്ടക്കൊടി. അയ്യോ അച്ഛൻ, അച്ഛൻ നിനക്ക് അച്ഛനെ കാണാമോ? അച്ഛനെ കാണാ. നിനക്ക് അച്ഛനെ കാണാമോ? എനിക്ക് കാണാം അച്ഛനെ. കാണാം. അയ്യോ, അപ്പൊ നമ്മളെല്ലാം അച്ഛന്റെ മക്കളാ? എന്റെ 2 മക്കളും ഇനി അടുത്ത് വന്നേ. എന്റെ മക്കളെ, നിങ്ങൾ ഇവിടെ കിടന്ന് സീറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടി വലിച്ചെറിഞ്ഞും ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാലും ജനങ്ങൾക്ക് നന്മ ചെയ്താലേ അവിടെ ചെല്ലുമ്പോൾ ഒരു സീറ്റെങ്കിലും കിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സീറ്റും കിട്ടാൻ പോണില്ല. അതുകൊണ്ട് എന്റെ മക്കൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളിങ്ങനെ തമ്മിത്തല്ലാതെ ഒരുമിച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ നോക്കും. ആണോ? അതെ, അച്ഛൻ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ. അതെ. നിനക്ക് എന്റെ അടുത്ത് പണക്കം ഉണ്ടാടി? ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അച്ഛൻ പറഞ്ഞല്ലേ, ഇനി നമ്മൾ രണ്ടുപേരും ഒരൊറ്റ പാർട്ടി. അപ്പൊ നിങ്ങളൊരു ഒറ്റ പാർട്ടിയെ സ്ഥിതിക്ക് എനിക്കൊരു സ്റ്റോപ്പ് ബ്ലോക്ക് എന്നെങ്കിൽ ഞാനങ്ങ് പോയേനെ. സ്റ്റോപ്പ് ബ്ലോക്ക് എന്തിന്? ഞാൻ ആത്മാവല്ലേ, ഞാൻ സ്റ്റോപ്പ് ബ്ലോക്കിലെ വരെയും പോവുകയും ചെയ്യാവൂ. ആണാ? എനിക്ക് അച്ഛനൊരു സ്റ്റോപ്പ് ബ്ലോക്ക്. അപ്പൊ എന്തായാലും പുതിയ പാർട്ടി. ആ പുതിയ പാർട്ടിയിലോട്ട് എന്നെയും കൂടെ ഒന്ന് എടുക്കണേ. അതാരാ? ആരെവിടെ പുതിയ പാർട്ടി തുടങ്ങിയാലും പുള്ളി അവിടെ കാണും. ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി, ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി.
തുള്ളിയലപ്പ് കൂട്ടില്ലാതിരിപ്പ് നീയോ ഞാനോ ഞാനോ നീയോ പുൽച്ചാടി. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ ഓട്ടം മൈതാനം വരെ ഓടി നടന്നു. ഒരു പാർട്ടിയിൽ ഒരു സീറ്റിന് വേണ്ടി കിട്ടിയില്ല. എവിടെയെങ്കിലും കിട്ടുമോ? അല്ല നോക്കാം. സംഭവം ഇതെന്താ കയ്യിൽ കുറെ ഷർട്ട്? നിങ്ങളുടെ പാർട്ടിയുടെ നിറം പറഞ്ഞാൽ മതി, അതിനനുസരിച്ചുള്ള ഷർട്ട് ഞാൻ എടുത്തിടും. അങ്ങനെ പാർട്ടിയിൽ ഏത് പറഞ്ഞത്? അല്ല എനിക്കൊരു സംശയം. ഒരു പാർട്ടിയിൽ നിർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഏതെങ്കിലും തെരുവിൽ പോയിരുന്നിട്ട് ഇതങ്ങ് വിൽക്കും. ആദായ വിൽപ്പന, ആദായ വിൽപ്പന, ആദായ വിൽപ്പന. ആണാ? ആ ഓ മുഖ്യമന്ത്രി എവിടാ? ഡും ഡും ഡും